ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എനിക്കൊരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. എന്ത് വെച്ചെങ്കിൽ ഇന്നാണ് എൻ്റെ ജിസുവിൻ്റെ 3rd ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം വലുതായിട്ട് സെലിബ്രേഷനൊന്നും വേണ്ട, അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ദിവസം എല്ലാവരുമായിട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ എറണാകുളത്തോട്ടാണ് പോകുന്നത്. എത്ര പെട്ടെന്നല്ലേ വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത്. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല സീസണ് 3 വർഷമൊക്കെ ആയി എന്ന് പറയുമ്പോൾ. പിന്നെന്താ വെച്ചെങ്കിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് എൻ്റെ ഡോക്ടർ വന്നിട്ട് സീസനെ കാണിക്കുമ്പോൾ സ്മോൾ ബേബി എന്ന് പറഞ്ഞത്, ആ സ്മോൾ ബേബി ഇപ്പോൾ 3 വയസ്സായി, നടക്കാനായി, അത്രയും വലിയ. ഇനിയിപ്പം നെക്സ്റ്റ് കുറച്ച് കഴിഞ്ഞെങ്കിൽ സ്കൂളിൽ പോകാനൊക്കെ ആയി. അതെനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കില്ല. പോകത്തില്ല. ചിരിക്കാക്കി പോകത്തില്ല. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ ജിസുവിൻ്റെ മൂഡ് ഒട്ടും ശരിയല്ല. ചുമ്മാ ഇങ്ങനെ സ്കൂളിലൊക്കെ പോകാനായല്ലോ എന്ന് പറയുമ്പോൾ തന്നെ അവൻ ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ കേക്കൊന്നും വാങ്ങിച്ചിട്ടില്ല. നമ്മൾ എറണാകുളത്തൊരു ഷോപ്പിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇപ്പം 5 പേരേ ഉള്ളൂ, അപ്പോൾ നമുക്ക് 1/2 കിലോ മാത്രം മതിയായിരുന്നു. പക്ഷേ എവിടെയും 1/2 കിലോ ആയിട്ട് തരുന്നുണ്ടായിട്ടില്ല. അവർ മിനിമം 1 kg എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മളൊരു കടയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് ആ കേക്കൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ഹോട്ടലിലോട്ട് പോകാൻ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം പോയിട്ട് കേക്ക് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എന്താ വെച്ചെങ്കിൽ നമുക്ക് 3 മണിക്കായിരുന്നു ചെക്ക് ഇൻ ചെയ്യേണ്ടത്. പിന്നെ അവർ പറഞ്ഞു ഏർലി ചെക്ക് ഇൻ തരാം, അതുകൊണ്ട് ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ചുമ്മാ നമ്മൾ സമയം കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോയി. ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഇൻഫോ പാർക്കിലുള്ള 4 പോയിൻറ്റ് ബൈ ഷെറട്ടനിലാണ്. പിന്നെ ഇവിടെ നമ്മൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ചിക്കുകായും ജിസു മാത്രമേ വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഇയർ എൻ്റെ ബർത്ത്ഡേക്കും തോന്നുന്നു. അപ്പോൾ തൊട്ട് ഭയങ്കര ആഗ്രഹവും വെച്ചൊക്കെ ആയിട്ട് ഒരു ദിവസം നമുക്കിവിടെ വന്നിട്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ പ്രാവശ്യം എന്തായാലും ജിസുവിൻ്റെ ബർത്ത്ഡേ ഉണ്ടല്ലോ, അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങോട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇവിടുത്തെ സ്റ്റേ ആണെങ്കിലും ഭയങ്കര അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ബൊഫറ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. നല്ല അടിപൊളി ഫുഡൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ പ്രാവശ്യം ഇവിടെ തന്നെ വരാമെന്ന് വിചാരിച്ചു. എവിടെയാ വന്നേ? അങ്ങനെ ഇപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ പ്രാവശ്യം നമ്മൾ സ്പൈഡർമാൻ്റെ തീമാണ് സെലക്ട് ചെയ്തത്. നമ്മൾ സെലക്ട് ചെയ്തല്ല, ഇതൊക്കെ ജിസു തന്നെ സെലക്ട് ചെയ്തത്. അവന് സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ സ്പൈഡർമാൻ ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്താ വെച്ചെങ്കിൽ 2 റൂം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു റൂമിൽ ജിസുവിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്യുക, അവന് സർപ്രൈസ് ആയിട്ട് എനിക്ക് അവനിങ്ങോട്ട് കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഈ റൂമിലോട്ടൊന്നും ഞങ്ങൾ വന്നിട്ടില്ല. എല്ലാവരും ഒരേ റൂമിൽ തന്നെ കിടന്നു. പിന്നെ ഇപ്പം അവനറിയത്തില്ല ഞങ്ങളിവിടെ വന്നിട്ട് ഈ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവനറിയത്തില്ല. അവൻ വിചാരിച്ചിട്ടുള്ളത് ഞങ്ങളിപ്പോഴും പുറത്താണുള്ളതെന്ന് പറഞ്ഞിട്ട് അവൻ മറ്റേ റൂമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ വരുന്നതിന് മുമ്പ് ഇതൊക്കെ നമ്മളൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ ഈ സെറ്റ് ചെയ്തതൊക്കെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. ഇനിയിപ്പം പോയിട്ട് ഞാനൊന്ന് റെഡി ആയിട്ട് ജിസുവിനെയും വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാം. ചേച്ചി നോക്കട്ടെ. ഗിഫ്റ്റ് ഇനി ഗിഫ്റ്റ് ചോദിക്കോ? എല്ലാരും നിക്ക് പൊട്ടിക്കാണോ? ഇത് കട്ട് ചെയ്തിട്ട് വാ. കേക്ക് കട്ട് ചെയ്തിട്ട് ജിസു ഈ ഗിഫ്റ്റൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി. അവന് കേക്ക് കട്ട് ചെയ്യണമെന്ന് പോലും ഇല്ല. അവന് ആദ്യം തന്നെ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കാൻ തുടങ്ങി. അതോ ഒരു മയത്തിലല്ല, ഫുള്ള് വലിച്ച് കീറി.
ഇവൻ ഈ ഗിഫ്റ്റ് റാപ്പിൽ പൊതിഞ്ഞു കൊടുക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലെങ്കിൽ അവന് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അവൻ്റെ വിചാരം അതിൻ്റെ അകത്ത് വേറെ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അവൻ്റെ എല്ലാ സാധനം ഇങ്ങനെ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. അവന് അത് ഭയങ്കര സന്തോഷമാണ് ഗിഫ്റ്റ് കാണുന്നത്. അങ്ങനെ പിന്നെ ഇവന് സത്യം പറഞ്ഞാൽ കേക്ക് ഉണ്ട് എന്നുള്ള കാര്യമേ മറന്നുപോയി. അതുപോലെ സ്പൈഡർമാൻ്റെ കേക്കാന്ന് അതൊന്നും അവന് മൈൻഡ് ചെയ്തില്ല. അവൻ ഈ മെയിനായിട്ട് ഈ ഗിഫ്റ്റ് ഇത് പൊളിച്ചു നോക്കുന്നതിൽ ഭയങ്കര ബിസി ആയിപ്പോയി. ടിഷ്യൂ എടുത്തിട്ട് എന്ത് ചെയ്യും? നല്ല കേക്കാണോ? അവൻ്റെ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ വിളിച്ചപ്പോൾ അവൻ വന്ന്. അങ്ങനെ പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പം ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്നാണ് നമ്മുടെ ചക്കോട്ട്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ നമുക്ക് എന്ത് വെച്ചെങ്കിൽ 3 മണി വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ 3 മണിക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളിപ്പം ഇത് ചെക്കൗട്ടൊക്കെ ചെയ്തിട്ട് പുറത്തോട്ട് വന്നു. നല്ല മഴയൊക്കെ വന്നിട്ടുണ്ട്. ഇത് മഴ വന്നിട്ട് പോയതിൻ്റെ ഒരു ഇതിലാണുള്ളത്. പിന്നെ എന്ത് വെച്ചെങ്കിൽ നമ്മൾ എപ്പോൾ എറണാകുളം വന്നെങ്കിലും ജിസുവിനെ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലേ ഏരിയയിൽ കൊണ്ടുപോയിട്ട് കളിപ്പിക്കാറുണ്ട്. കൂടുതലും നമ്മൾ ഒബ്റോൺ മോളിലുള്ള സിം ആൻഡ് സാം എന്ന് പറയുന്ന ഒരു പ്ലേ ഏരിയയിലാണ് കൊണ്ടുപോകാറ് അവനെ. അങ്ങനെ അവന് കുറേ നേരം അവിടെ കളിച്ചിട്ട് പിന്നെ എന്തായാലും 1 മണിക്കൂർ ഇരിക്കണമല്ലോ. അപ്പോൾ ആ 1 മണിക്കൂർ നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു പാരൻറ്റിന് ഇത് അലോഡാണ് അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉമ്മച്ചിനെ നമ്മൾ അകത്തോട്ട് വിട്ടു അവൻ്റെ ഒന്നിച്ച് പോയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പുറത്തിരുന്ന് അങ്ങനെ അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ബർഗർ ജംഗ്ഷനിൽ പോയിട്ട് ബർഗറും പിന്നെ അതുപോലെ തന്നെ ലോഡഡ് ഫ്രൈസും കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ